ഹായ് ഓൾ. IOP-ൽ നമ്മൾ കോമൺ ആയിട്ട് എൻകൗണ്ടർ ചെയ്യുന്ന ഒരു കേസാണ് ഈ ഫ്ലോട്ടേഴ്സ് ആൻഡ് ഫ്ലാഷസ് എന്ന് പറയുന്നത്. അതിൽ ഫ്ലോട്ടേഴ്സ് ആണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫ്ലാഷസ്. അപ്പൊ എന്താണ് ഈ ഫ്ലാഷസ്? ഫ്ലാഷസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്രൈറ്റ് ലൈറ്റ് വിച്ച് ഇസ് സീൻ ഇൻ ഡാർക്ക് ഇലുമിനേറ്റഡ് സോൺ. അതായത് ഒരു വൈറ്റ് ഇടിമിന്നൽ പോലത്തെ ഒരു വെളിച്ചം നിങ്ങളുടെ കണ്ണിന്റെ സൈഡിലായിട്ട് തെളിയും. ഇത് വൈറ്റ് കളർ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഡാർക്ക് റൂമിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ അത് കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഇത് വളരെ ബ്രീഫ് ആയിരിക്കും, അതായത് ഒരു ഫ്യൂ സെക്കൻഡ്സ് ഒക്കെ ലാസ്റ്റ് ചെയ്യുള്ളൂ. ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ കണ്ണിന്റെ ഉള്ളിലെ ഈ വിട്രിയസ് എന്ന് പറഞ്ഞ ജെല്ലിന് ഏജ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ചേഞ്ചസ് വരാം. അങ്ങനെ അതിൽ ജെൽ ഫോമിലുള്ള ആ ഒരു വിട്രിയസ് ലിക്വിഫൈ ചെയ്ത് വരും. അങ്ങനെ അത് ലിക്വിഫൈ ചെയ്യുമ്പോൾ റെറ്റിന എന്ന് പറഞ്ഞ അതിന്റെ അടുത്ത ലെയറിൽ നിന്ന് അത് സെപ്പറേറ്റഡ് ആവും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു ടഗ് വരും, അതായത് ഒരു പുള്ള് വരും. ആ പുള്ള് വരുന്ന ടൈമിലാണ് നമുക്ക് ഈ ഫ്ലാഷസ് തെളിഞ്ഞു കാണുന്നത്. കോമൺ ആയിട്ട് ഇത് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാറില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യം വരാറില്ല. പക്ഷെ ചില സിറ്റുവേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പുള്ള്, ഈ വിട്രിയസ് റെറ്റിനയുടെ ആ ഒരു പുള്ള് ഇത്തിരി സ്ട്രോങ് ആവുകയാണെങ്കിൽ നമ്മുടെ റെറ്റിനയിൽ ടെയർ, അതായത് റെറ്റിന ഒന്ന് കീറി പോകാൻ ചാൻസ് ഉണ്ട്. സോ അത് ഇച്ചിരി സീരിയസ് കണ്ടീഷനായി മാറും. അപ്പൊ ഫ്ലാഷസ് ഇങ്ങനെ റിപ്പീറ്റഡ്ലി വരികയാണ്, അല്ലെങ്കിൽ അതിന്റെ കൂടെ ഒരു കാഴ്ചമങ്ങലൊക്കെ ഉണ്ടെങ്കിൽ അത് ഇത്തിരി സീരിയസ് കണ്ടീഷൻ ആയിരിക്കും. നോർമൽ ഒരു ഡിജനറേഷൻ പ്രോസസ് ആയിരിക്കത്തില്ല അതിന്റെ റീസൺ. സോ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെ ഈ ഫ്ലാഷസ് ആൻഡ് ഫ്ലോട്ടേഴ്സ് പോലത്തെ സിംറ്റംസ് ഉള്ള ആൾക്കാർ ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് റെറ്റിന ഇവാലുവേഷൻ നിർബന്ധമായി ചെയ്യണം. അപ്പൊ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്